കാരണം ഈ ഇവരെ എങ്ങനെ വെറുതെ ഇത് പിന്നെ കേട്ടോണ്ടിരുന്നൊക്കത്തില്ല. അതിന് നല്ല വിമർശനങ്ങളോട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കും. പിന്നെ രാജ്യത്തിന് ഭീഷണിയാണ്. ഇവർ മതേതരത്വം അല്ല പറയുന്നത്. ഇവർ ഇന്ത്യ എങ്ങനെയെങ്കിലും കേടാക്കി ഇതിനെ മുസ്ലിം രാഷ്ട്രമാക്കണം. അതങ്ങനെ ഭീമാപള്ളി പോയി പറഞ്ഞത്. അതിനുവേണ്ടി സകല തക്കികൾ ഉപയോഗിക്കും. തക്കിയെന്ന് വെച്ചാൽ കള്ളം. അതുകൊണ്ടാണ് ഈ പ്രസ്താവന വെറുക്കുന്നത്. ഇതിനകത്ത് മൊത്തം അന്യമതത്തിനെ കുറിച്ചുള്ള വിദ്വേഷമാണ്, അന്യ ആളുകളെ. ഇതൊന്നും അറിയാതെ അയ്യോ മറ്റതാണ് മറിച്ചതാണെന്ന് അവരെ വാഴ്ത്തിപ്പാടാൻ കുറെ പേര്. റിട്ടയർഡ് അലക്സാണ്ടർ DGP ഇവര് മാധവിക്കുട്ടിയെ തന്നെ കണ്ടില്ലേ? മതം മാറ്റിയിട്ട് അവസാനം എന്താണ് ചെയ്തത്? അബ്ദുൽ സമദാനിയോ അങ്ങനെ കണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ ഒരു അനുഭവം ആർക്കും വരാതിരിക്കാൻ നോക്കെ. പുരോഹിതന്മാർക്ക് എന്തൊക്കെ ജോലി ചെയ്താലും പെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. എന്നാ പാവപ്പെട്ട മറ്റ് മത ഗ്രന്ഥത്തിൽപ്പെട്ട ആർക്കും എന്തെങ്കിലും ഉണ്ട്? ക്രിസ്ത്യ പുരോഹിതന്മാർക്ക് എന്തെങ്കിലും പെൻഷൻ എന്തെങ്കിലും ഉണ്ട്? ഇവർക്കെല്ലാം ഉണ്ട്. എന്നിട്ട് ഉള്ള മേഖലയിലെ യവന്മാർക്കാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് എങ്ങനെ തൊഴിലുണ്ടാവും? തൊഴിലുണ്ടെങ്കിൽ മാത്രമല്ലേ പിന്നെ ചില ആളുകൾക്ക് പണമുള്ളൂ. പണം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ മേസരി പറഞ്ഞാൽ അത് മാറ്റേണ്ട ചോദിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പോയി. പിന്നെ ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോളും പിന്നെ ഇവർ അതിനെ മറികടന്ന് പിൻവാതിൽ കൂടെ നിയമനം കൊടുക്കും. ഇവിടെ PSC ലിസ്റ്റുള്ളവർക്ക് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ ജീവിക്കും? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ദേശത്ത് എന്ത് ചെയ്യുന്നത്? ചില ആളുകൾ കൊള്ളക്കാരും കള്ളന്മാരാവുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. ഫോർബദിനി ഹോൻകാൽ പറ്റി. അപ്പം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പം മോഷണത്തിന് പിടിച്ചു പറിക്കാൻ പോകണമെന്നല്ല പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ സമ്പത്ത് കുറവായിരിക്കും. സമ്പത്ത് കുറയുമ്പോൾ പ്ലാൻ കുറയും. പ്ലാൻ കുറയുമ്പോൾ ബഡ്ജറ്റ് കുറയും. അപ്പൊ ഇത് മുസ്ലിങ്ങളും പിന്നെ ഇവരും കൂടെ ചേർന്നുള്ള കളി. അതിനെ തകർക്കണ്ടേ? അല്ലോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നും കച്ചവടം ചെയ്യണ്ട. എല്ലാം ഹലാൽ ബിസിനസ്. അവരുടെ ആളുകൾ മാത്രം ചെയ്തത്. അതാണ് ഹലാൽ ബിസിനസ്. ബാക്കിയുള്ളവർക്ക് എന്തോന്ന് കിട്ടും? ശബരിമലയിൽ പോലെ അവന്മാർ ഹലാൽ ഏർപ്പെടും. എന്നിട്ട് യവന്മാരുടെ കാക്ക പോലെ വരും. യവന്മാർ കാക്കയാണെങ്കിൽ പരുന്ത് അതിനേക്കാളും വലുത്. മനസ്സിലായില്ലേ? പിന്നെ വേറെ കാര്യം, ഇവർക്ക് അഭയം കൊടുക്കുന്ന രാജ്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്നറിയാം? അഭയാർത്ഥികളായിട്ട് കൂടി ഇങ്ങ് കയറി വരും. ഭൂരിപക്ഷം ആവുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? അഭയാർത്ഥികളായിട്ട് വരുന്നവര് ഭരണാർത്ഥികളായിട്ട് മാറും. പിന്നെ ഭരണം വേണം. പിന്നെ അങ്ങ് ആളക്കി ഭരണം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ പറയും, ആരാ മുസ്ലിങ്ങളാണല്ലേ, അഭയം ഇല്ല, പുറത്തോട്ടോ. അഭയമില്ല, പുറത്തോട്ടോ. അഭയം തന്നതൊക്കെ നമ്മൾ കണ്ടു. പണ്ട് ഇറാഖും അങ്ങനെയുള്ളതൊക്കെ ഏതാണ്ടൊക്കെ ചില രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ക്രിസ്ത്യൻസും മറ്റാളുകൾക്കൊക്കെ പോവാന്നുള്ള ഇതാണ്. പൊതുവായ എല്ലാ ആളുകൾക്കും എല്ലാ മതവും പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ മുസ്ലിം മതമൊക്കെ അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അഭയം തന്നാണ് പ്രശ്നം. ഇവിടെ അങ്ങനെയുള്ളവർക്ക് അഭയമില്ല, വയ്ക്കാന്ന് പറഞ്ഞു. ഫോളോ ചെയ്യാൻ അനുവദിക്കത്തില്ല. അഭയാർത്ഥികളായിട്ട് കയറും. എന്നിട്ട് ക്യാൻസർ സെല്ലിനെ പോലെ എന്ത് ചെയ്യും? മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? മറ്റ് മതങ്ങളെ, അതായത് അവരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് അവരെ മതം ഭരണാർത്ഥികളായിട്ട് വരും. കയറുന്നത് മറ്റേ ഒട്ടത്തിന് തലവയ്ക്കാൻ സ്ഥലം കൊടുക്കുമ്പോൾ. അതായത് അഭയാർത്ഥികളായിട്ട് വരും, പിന്നെ ഭരണാർത്ഥികളായിട്ട് പോകും. അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ഈ മതത്തെ കുറിച്ച് ഏതാണ്ട് അതിന്റെ ഉടായ്പകളും പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി വരാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഉടായ്പകളൊക്കെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. പിന്നെ നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ അല്ലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന്റെ എന്താണ് വചനം പോലെ അല്ല അവർ പറയും. അതല്ല ഫോളോ ചെയ്യും. നേരെ ഓപ്പോസിറ്റാ, വെറുപ്പാണ്. ആന്റി ക്രൈസ്റ്റ് റിലീജിയൻ. അതുകൊണ്ട് ഇവർക്ക് അഭയം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കണ്ണിച്ചെല്ലണം. അതിനെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞാൽ മറ്റു സെല്ലുകളും കൂടെ ഡിസ്ട്രോയ് ചെയ്യും. അതിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, നല്ല മരുന്നുണ്ട്. അതുകൊണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ. കാരണം വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇരുട്ടിനെ തിരിച്ചറിഞ്ഞതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഇരുട്ടാണ്. അതായത് നോൺ മുസ്ലിംസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അവരെങ്ങനെ കൊല്ലാം, ഒരു രാജ്യത്തെ അഭയാർത്ഥികളായിട്ട് കയറിയിട്ട് ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ നശിപ്പിക്കാം, സ്ത്രീകളെ എങ്ങനെ പർദ്ദയിടിപ്പിക്കാം, ചാക്കിനകത്ത് പഴം പഴിപ്പിക്കാൻ വെച്ചേക്കുമ്പോൾ. മനസ്സിലായില്ലേ? ഇറാനിലും ഇറാഖിലും പറഞ്ഞ പോലെ മനസ്സിലാവുന്നുണ്ടോ? മറ്റ് പല ദേശങ്ങളിലും ഇന്ന് നമ്മള് ഈ മുസ്ലിം കൺട്രിയായിട്ട് കാണുന്ന പല ദേശങ്ങളും പണ്ട് മുസ്ലിം ഇതാണ് നോൺ ഇസ്ലാം ആയിരുന്നു. ഇപ്പൊ അവരെ അതിനെ എന്തൊക്കെയായിട്ട് മാറ്റി. ഈ താലിബാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പണ്ട് എന്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു 20 വർഷക്കാലത്തോളം. അതിന് മുമ്പേ എങ്ങനെയായിരുന്നു? ഇപ്പൊ അവന്മാര് കയറിയാനെ കുളമാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിം റിലീജിയൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്യാൻസർ പുള്ളിംഗ് ഡൗൺ ഒരു ക്യാൻസർ പോലെയാണ്. അപ്പൊ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അധ്വാനിക്കുന്നവരും ഭാര്യമുദ്രയുള്ളവരും എല്ലാവരും എന്റെ അടുക്കലും ഞാൻ നിങ്ങൾ ആശ്രയിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാക്കിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം പ്രതി എന്റെ ചുമട് ലഘുവാകുന്നു. എവരുടെ നേരെ ഓപ്പോസിറ്റാണ്. ഭാരം ഇല്ലാത്തവർക്ക് അവർ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഭാരം കൊടുക്കും. നോൺ മുസ്ലിംസിന് അവർ വല്ലാത്ത രീതിയിലാണ് അവരോടുള്ള പിന്നെ ഇടപെടുന്നതും പെരുമാറുന്നതും പിന്നെ കൊല്ലുന്നതും ഹിംസിക്കുന്നതും അല്ല.
കാരണം ലൈറ്റ് ഇല്ലല്ലോ, ഡാർക്ക്നെസ് അല്ലേ. സൂറ 9:5, 123, 8:12, 47:4 എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ മതത്തിന്റെ ഉടായ്പുള്ളത് ഞാൻ കുറച്ച് പഠിച്ചോണ്ട് പറയാം. അങ്ങനെ ഈ മതം മനസ്സിലാക്കിയവരാരും മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കാറില്ല. കാരണം ഇവർ ഉടായ്പ ഇങ്ങനെ തിരുമല ആയുധങ്ങളുടെ കട ഉണ്ടില്ല, ഏക്ക മുട്ട കട ഉണ്ടില്ല, ഭയങ്കര ഉടായ്പ. ക്രിസ്ത്യൻസും ഹിന്ദുക്കളൊന്നും വലിയ ബിസിനസ് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. എവര് ചെയ്യുന്ന ഹലാലാണ്. മനസ്സിലായില്ലേ? മുസ്ലിം വൽക്കരിക്കാണ് നോക്കുന്നത്, അതിനെയാണ് തടസ്സപ്പെടുത്തിയതിനൊക്കെ ഡിസ്ട്രോയ്. മുസ്ലിങ്ങളുണ്ട്, 3 തരത്തിലുള്ള മുസ്ലിങ്ങളുണ്ട്. ഒന്ന് താലിബാൻ പോലെ ഉഗ്ര വിഷമുള്ള ഭയങ്കര കോൺസെൻട്രേറ്റഡ് മുസ്ലിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താടി വെച്ചിട്ട് മീശ എടുക്കുന്ന കുറെ മുസ്ലിങ്ങളും ഈ മൂഢ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന കുറെ മുസ്ലിംസ്. രണ്ടാമത്തെ മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മുമ്പിൽ ചിരിച്ചു കാണിക്കും, പക്ഷെ അകത്ത് കടിച്ചിറങ്ങി ചെന്നായിക്കളായിരിക്കും. മൂന്നാമത്തെ മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാനും വായിച്ചിട്ടുള്ള ഇസ്ലാം ഫോളോ ചെയ്യില്ല. മൂന്നാമത് പറഞ്ഞ ഗ്രൂപ്പിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഫോളോ ചെയ്യാം, ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും. നിരീശ്വരവാദികളും പിന്നെ നമുക്ക് ഏതാണ്ട് കൊണ്ടു കിടക്കാം. പക്ഷെ അവരെ കൊണ്ടു കിടക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വളരെ സൂക്ഷിച്ചും കണ്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡിസ്ട്രക്ഷൻ. ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോകുന്ന എപ്പോഴും നല്ലതാണ്. ക്രൈസ്തവന് കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ മുസ്ലിം റിലീജിയൻ. കാരണം ക്രൈസ്തവന് കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിലീജിയനെ അവോയ്ഡ് ചെയ്ത് അകന്നു മാറിപ്പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊന്നും ഖുറാനൊന്നും അറിഞ്ഞൂടാത്ത മുസ്ലിങ്ങളുണ്ട്, അവര് സേഫാണ്, അവരെ വിശ്വസിക്കാം. പക്ഷെ അല്ലാതെ ഈ മറ്റേ ആട്ടുമുടക്കം പിന്നെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ആട്ടിന് കൊടുത്തേക്കുന്ന ഒരു ഫീസിസ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും കഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാഷ്ടത്തെക്കാളും കഷ്ടമാണ് ഇങ്ങനത്തെ ഈ മുസ്ലിം റിലീജിയൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഏതാണ്ട് ഒരു ടോയ്ലറ്റ് വന്നു. പക്ഷെ മനുഷ്യന് കുഴപ്പമില്ല. ഇപ്പൊ ആട്ടും താടികളുണ്ടല്ലോ, പാട്ടും താടി എവര് സപ്പോർട്ട് ചെയ്ത് അവസാനം എവര് മറ്റവരെ പിടിച്ച് നിന്നും പറയാം, അത് വരുന്നതിനും വരെ ഇഷ്ടപ്പെടും. ഇപ്പൊ ആട്ടും താടി പോലെ ഇങ്ങനെയൊക്കെ വെച്ച് കിടക്കുന്നില്ലേ? പിന്നെ അങ്ങനെയുള്ളൊരു സൂക്ഷിക്കണം. മറ്റല്ലാതെ ഈ മതത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു കുഴപ്പം. പിന്നെ ചിലർ അഭിനയം ഇങ്ങനെയുള്ളവരും സൂക്ഷിക്കണം. ക്രൈസ്തവ ഏതാണ്ട് ഒരു 50 രൂപയ്ക്കുള്ള ഓയിലുണ്ടല്ലേ, പേടിക്കണ്ടല്ലോ. ആയിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഒരു 3 മാസം ആവുന്നുണ്ടോ? പാരപ്പണ്ടല്ലോ, പാരപ്പണ്ട മറ്റേ 70 രൂപ ഉണ്ടല്ലോ പാരപ്പണ്ട. എന്തായാലും പിണറായി വിജയനെ പോലെയോ മുസ്ലിങ്ങളെ പോലെയോ നമ്മൾ അവരെയൊന്നും ഭയപ്പെടേണ്ട ആരും. നമ്മെ രക്ഷിക്കാനും സഹായിക്കാനും സന്നദ്ധനാണ് ഈ ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഈ ക്രൈസ്റ്റ് ജീസസ് തന്നെയാണ് ആൾമൈറ്റി ഗോഡ്, ദ ഓൺലി ട്രൂ ലിവിംഗ് ഗോഡ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്വയഭോഗം ചെയ്താൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ. നമ്പർ 1, അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം കഴിഞ്ഞാലും ജീവിത പങ്കാളിയായിട്ടുള്ള താല്പര്യം കുറയുന്നു. ഓപ്പോസിറ്റ് സെക്സ്, സെയിം സെക്സ് ഓപ്പോസിറ്റ് സെക്സ്, സെയിം സെക്സ് ആളുകളോട് ലൈംഗിക ചിന്തകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്കാൾ സെക്സ്വൽ ടോയ്സിനോടുള്ള താല്പര്യം കൂടുന്നു, അത് കൂടുതൽ ഉപയോഗിക്കുന്നു. എപ്പോഴും സ്വയഭോഗ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നുണ്ട്. പ്രൊഡക്റ്റീവ് വർഷം ചെയ്യാൻ കഴിയാതിരിക്കുന്നു. ഹൃദയത്തിൽ കുറ്റബോധം, നിരാശ വരുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ എന്തോ ഒരു ക്രമക്കേട് പോലെ ജീവിതം മാറാം. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മോചിക്കുവാൻ കഴിവുള്ള അവർ വൺ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് നമ്മെ രക്ഷിക്കാനും സഹായിക്കാനും സന്നദ്ധനാണ്. ഈ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഈ ക്രൈസ്റ്റ് ജീസസ് തന്നെയാണ് ആൾമൈറ്റി ഗോഡ്, ദ ഓൺലി ട്രൂ ലിവിംഗ് ഗോഡ്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, നാമിനെ അടിമത്തിൽ കൂടി വെറുതെ ഇന്നും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഈ ക്രൈസ്റ്റ് ജീസസ് തന്നെയാണ് ആൾമൈറ്റി ഗോഡ്, ദ ഓൺലി ട്രൂ ലിവിംഗ് ഗോഡ്. മറ്റൊരുത്തന്നെ രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശമെങ്കിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ നാമല്ല. ജീവിത പങ്കാളികൾക്കും ജീവിതം ആസ്വദിക്കും, സെക്സ് ആനന്ദിക്കും. Bullying down strongholds. For brethren you have called on liberty. हिंदी ट्रांसलेशन, लत लगाने की संभावना है. शादी के बाद भी जीवन साथी में सदी कम हो जाती है. विपरीत लिंग और समान लिंग के लोगों के प्रति यौन विचार आने की संभावना रहती है. जीवन साथी के ज्यादा यौन खिलौने में सजी इसका अधिक इस्तेमाल करे. सदैव आत्मभोग के विचारों में डूबा रहना, कोई भी उत्पादक कार्य करने में असमर्थ होना, मन में
फोर बदनी अहंकाल बटी मन में ग्लानि और निराशा होने की संभावना है। जीवन में कुछ फोर बदनी अहंकार और लिबर्टी अनियमित जैसे जीवन बदल सकता है, लेकिन एक प्रभु और उद्धारकर्ता यीशु मसीह जो हमें इस सब से मुक्त करने में समक्ष है, हमें बचाने और मदद करने के लिए तैयार है। यह यीशु मसीह हमारे लिए क्रूस पर मर गया और फिर से जीवित हो गया और आज भी जीवित है। ईश्वर की शक्ति, यह मसीह यीशु ही सर्वशक्तिमान ईश्वर है, एकमात्र सच्चा जीवित ईश्वर है। किसी और में कोई मुक्ति नहीं है। हमारे उद्धार के लिए आकाश के नीचे मनुष्यों के बीच कोई अन्य नाम नहीं दिया गया है। अपने जीवन साथी के साथ जीवन का आनंद ले, सेक्स का आनंद ले। पुलिंग डाउन स्ट्रॉंगहोल्ड्स, pulling as free peace too, and we do not see at all here and be not forbidden hangal but and be not entangled again the yoke of the exceeding joy great Lord of peace. Living God is richly altering enjoy forbidden hangal liberty. ഇനി മറ്റൊരു ഇത് നമുക്ക് നോക്കാം. forbidden hangal liberty, war a good warfare, holy faith and good conscience. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. Forbidden hangal liberty, living God is richly all things enjoy. വിമൻ മാസ്റ്റർബേഷൻ, സ്വയഭോഗം ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ദോഷങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവും രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ക്യാരറ്റ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, ചില പച്ചക്കറികൾ, വാഴപ്പഴങ്ങൾ മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. വിവിധതരം വൈബ്രേറ്റേഴ്സിനെ പറ്റി പിന്നാലെ പ്രതിപാദിക്കാം. മേൽ പറയപ്പെട്ട ഫോർബിഡൻ ഹാൻകാൽ വഴി വസ്തുക്കളുടെ കുറച്ച് ഭാഗം യോനിക്കുള്ളിലും ഇൻസൈഡ് വച്ചേന കുറച്ച് ഭാഗങ്ങൾ യോനിക്ക് പുറത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ഈ വസ്തുക്കൾ ഒടിയുവാൻ ചാൻസ് ഉണ്ട്. തൽഫലമായി ലൈംഗിക വികാരം ശമിച്ച ശേഷം ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ ഉള്ളിൽ യോനിക്കുള്ളിൽ കിടന്ന് ദ്രവിച്ച് ശരീരത്തിന്റെ ആന്തരിക ഭാഗത്ത് പഴുപ്പും ദുർഗന്ധവും വരുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ ദുർഗന്ധത്തോടെ പുറത്തെടുക്കുവാൻ ചിലപ്പോൾ നേഴ്സുമാരുടെയോ ഡോക്ടേഴ്സിന്റെയോ സഹായം വേണ്ടിവരും. അവരും മറ്റു ജനങ്ങളും എന്ത് ചിന്തിക്കുന്ന രീതിയിലുള്ള മാനസിക സമ്മർദ്ദം വേറെ. അതായത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരിമാർ, മഹിളകൾ ഈ വിഷയങ്ങൾ പുറത്ത് ആരോടും ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലുള്ള അവസ്ഥകൾ സംജാതമായേക്കാം. മറ്റൊരു കാര്യം നോക്കാം, അതായത് 1.2 പോയിന്റ് നമ്പർ 1.2, പച്ചക്കറികളും വാഴപ്പഴങ്ങളും സ്ത്രീകൾ, മഹിളകൾ, കന്യകമാർ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത്രയും പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ കഴിയാതെ വേസ്റ്റ് ആവുകയാണ്. ഇനി വിവിധതരം വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. 2.1 പോയിന്റ് ആണ്. വികാരഭരിതരായി സ്ട്രോങ് വൈബ്രേറ്റേഴ്സ് ഇട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് മുഖാന്തരം ക്ലിറ്റോറസിലും വജൈനയിലും മുറിവും പാടും തിണർപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചില ഇനം തരം വൈബ്രേറ്റേഴ്സിന്റെ ഷാർപ്പ് ഭാഗങ്ങൾ മുറിവുണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മാനസികമായി നോക്കിയാൽ സ്വന്തം ഭർത്താക്കന്മാരോട് താല്പര്യം കുറയാൻ ചാൻസസ് ഉണ്ട്. തത്ഫലമായി അവർ ഫ്രസ്ട്രേറ്റഡ് ആകും. അതായത് ഭാര്യ ഭർത്താവ് ബന്ധം തകരുവാൻ ചാൻസസ് ഉണ്ട്. പിന്നീട് ജീവിത പങ്കാളി ഇല്ലെങ്കിൽ സ്വയഭോഗം ചെയ്ത് മറ്റും ജീവിക്കാമെന്ന തോന്നൽ ഉള്ളതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അധികം താല്പര്യം കൊടുക്കില്ല. ഡു നോട്ട് സി അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ. തത്ഫലമായി ജീവിതം ഡൈവേഴ്സിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തിന്മകളെ ഒഴിവാക്കാം. 3.2 പോയിന്റ് നമ്പർ 3.2, ഈ മാസ്റ്റർബേഷൻ പ്രവണത ഹോമോസെക്സ്വാലിറ്റി, ലെസ്ബിയനിസത്തിലേക്കും അഡൾട്ടറിയിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതും ഒരു അഡിക്ഷനായി മാറാം. ഈ പ്രവണത ഉള്ളതിനാൽ സ്വന്തം കുടുംബങ്ങളിൽ സ്ത്രീ പുരുഷന്മാരിൽ നിന്നും നല്ല അകൽച്ച നേരിടാം. അതിന്റെ ഫ്രസ്ട്രേഷൻ വേറെയും. കുട്ടികൾക്കും, അതായത് ബോയ്സിനും ഗേൾസിനും ഈ വ്യക്തികളോട് അകൽച്ച തോന്നാം, പാരൻസിനും അകൽച്ച തോന്നാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം മാസ്റ്റർബേഷൻസ് ഒഴിവാക്കി സ്വന്തം ജീവിത പങ്കാളിയെ, പുരുഷനെ, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുകയും പുരുഷനോട്, അതായത് ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുകയും അവരോട് സമയം ചെലവഴിക്കുകയും തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നതും തമ്മിൽ പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് വിനോദിക്കുന്നതും സെക്സ് ഷെയർ ചെയ്യുന്നതും ഉൾപ്പെടെ ഈ ബന്ധം കുട്ടികളെ ജനിപ്പിക്കുന്നതിൽ മാത്രമല്ല ചെയ്താലും അപ്പോൾ ഈ മഹിളകൾക്ക് സ്നേഹം, ബഹുമാനം എന്നീ കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതിനായി അവർ വൺ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ബ്ലെസ്ഡ് ആൻഡ് ഓൺലി സോവറിൻ ഹു അലോൺ ഹാസ് ഇമ്മോർട്ടാലിറ്റി സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫോർബിഡൻ ഹാൻകാൽ ലിബർട്ടി. ഇനി ഹിന്ദിയിലേക്ക് നോക്കുമ്പോൾ, महिलाएं हस्तमैथुन के कुछ संभावित नुकसान केवल प्रभु और उद्धारकर्ता ईसा मसीह की कृपा से बचा जा सकता है. पुलिंग डाउन स्ट्रॉंगहोल्ड्स, नाम ने अडिमത്തിൽ കൂടി വരുന്നത് and be not entangled again the yoke of bondage, कृपा से बचा जा सकता है. पुलिंग डाउन स्ट्रॉंगहोल्ड्स. आइए देखें कि गाजर, भिंडी, सहजन, कुछ सब्जियां, केला आदि चीजों के इस्तेमाल से क्या नुकसान हो सकते हैं.
पुल्लिंग डाउन ऑफ स्ट्रांगहोल्ड्स। उपरोक्त वस्तुओं के कुछ भाग योनि के अंदर इनसाइड वजाना तथा कुछ भाग योनि के बाहर आगे पीछे टू एंड फ्रो कंपन करने से इन वस्तुओं के टूटने की संभावना रहती है। परिणाम स्वरूप यौन भावना कम होने के बाद उन चीजों के बचे हुए हिस्से योनि के अंदर पड़े पड़े रहने और शरीर के अंदर सड़ने और बदबू आने की संभावना रहती है। अन्य योनि बहनें महिलाएं जो इससे पीड़ित है, इन मुद्दों को किसी बाहरी व्यक्ति के साथ साझा करना मुश्किल हो सकता है। पुल्लिंग डाउन स्ट्रांगहोल्ड्स 1.2। चलिए एक और बात पर नजर डालते हैं। सब्जियां और केले महिलाओं और कुंवारी लड़कियां द्वारा उपयोग की जाती है, इसलिए कई सब्जियां और फल फॉरबिडन ह्यूमन काउंटर लिबर्टी बर्बादी हो जाते हैं क्योंकि वे उन्हें खा नहीं पाती है। पुल्लिंग डाउन ऑफ। अब आइए देखें कि विभिन्न प्रकार के वाइब्रेटर का उपयोग करने का क्या नुकसान है। 2.1 पॉइंट नंबर 2.1 मजबूत वाइब्रेटर लगाने और उन्हें जोश के साथ कंपन कराने के भविष्य और योनि के चोट निशान और दाने होने की संभावना होती है। पुल्लिंग डाउन ऑफ स्ट्रांगहोल्ड्स। भविष्य और योनि के चोट निशान और दाने होने की संभावना पुल्लिंग डाउन ऑफ फॉरबिडन ह्यूमन काउंटर लिबर्टी संभावना होती है। कुछ ब्रांडों प्रकार के वाइब्रेटरों के नुकीले हिस्सों से चोट लगने की संभावना होती है। कुछ ब्रांडों प्रकार से वाइब्रेटरों के नुकीले हिस्सों से चोट लगने की संभावना होती है। यदि पॉइंट नंबर 3.1 यदि हम इसे मानसिक रूप से देखें तो हमारे अपने पतियों में रुचि कम होने की संभावना है। तुरंत ही वे निराश हो जाते हैं। अर्थात ऐसी संभावना रहती है कि पति पत्नी के बीच रिश्ता टूट जाएगा। बाद में उन्हें यह एहसास होगा कि पुल्लिंग डाउन ऑफ वे बिना जीवन साथी के भी हस्तमैथुन आदि करके रह सकते हैं। तो वे पति पत्नी के रिश्ते में फॉरबिडन ह्यूमन काउंटर लिबर्टी रिश्ते में ज्यादा रुचि नहीं देंगे और पत्नी परिणाम स्वरूप संभावना है कि जीवन तलाक में समाप्त हो जाएगा। ताकि इसे बुराइयों से बचा जा सके। पुल्लिंग डाउन स्ट्रांगहोल्ड्स 3.2 पॉइंट ऐसी संभावना है कि हस्तमैथुन की यह प्रवृत्ति समलैंगिकता और व्यभिचार दैट मीन्स होमोसेक्सुअलिटी और व्यभिचार को जन्म दे सकती है और यह एक लत भी बन सकती है। पॉइंट नंबर 3.3 इस प्रवृत्ति के कारण व्यक्ति को अपने ही परिवार महिला और पुरुष से काफी दूरी का सामना करना पड़ सकता है और इसकी निराशा अलग होती है। बच्चे लड़के और लड़कियां भी इन व्यक्तियों से अलग थलग मौसूल फॉरबिडन ह्यूमन काउंटर लिबर्टी मौसूल कर सकते हैं। माता पिता भी अलग थलग मौसूल कर सकते हैं। पुल्लिंग डाउन ऑफ। तो मैं जो कहना चाहता हूँ वह यह है कि इस तरह के हस्तमैथुन से बचे और अपने जीवन साथी पति से प्यार करे। उसे पति प्रति सच्चा प्यार
forbidden ihan कावलपट्टी नामने अडिमतिल कुड़ी बरद and be not entangled again the account do not settle do not fear प्रति सच्चा प्यार दिखाए और उसके साथ समय बिताए जिसमें एक दूसरे के साथ प्यार से बात करना साथ मौज मस्ती करना शामिल है। एक दूसरे को सेक्स साझा कर फोरबिडन ihan गलबटी साझा करना यह रिश्ता केवल बच्चे पैदा करने के बारे में नहीं है। तब इन महिलाओं को प्यार और सम्मान जैसी चीजें मिलेंगी। पुलिंग डाउन ऑफ नामने अडिमतिल कुड़ी बरद एंड बी नॉट एंगल्ड अगेन द अकाउंट। इसके लिए हम चाहते हैं कि हमारे एक प्रभु और उद्धारकर्ता यीशु मसीह धन्य और एकमात्र संप्रभु हो जिसके पास मदद करने के लिए केवल अमृता है। फोरबिडन ihan काउंटर लिबर्टी പറ്റുവാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. ഫോർബിഡൻ ihan കാണ്ടർ ലിബർട്ടി നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് English language translation. Women, some of the possible harms of masturbation within bracket can be avoided only by the grace of Lord and Savior Jesus Christ. Let us see what are some of the disadvantages of using things like carrot, okra, drumstick. That means carrot, ladies finger, drumstick, some vegetables, bananas, etc. Point number 1.1. Some parts of the above objects inside the vagina. Inside vagina are and some parts forbidden even calvity outside the vagina by vibrating back and forth to and fro. There is a chance of breaking these objects. As a result, after the sexual feeling subsides, there is a chance that the remaining part of those things lie inside the vagina and rot and putrefy and smell inside the body. That is sisters, women who are suffering from this problem may find it difficult to share these issues with anyone outside. Let us look at another thing. Vegetables and bananas are used by women and virgins. So many vegetables and fruits are wasted because they cannot eat them. Now let us see what are the disadvantages of using different types of vibrators. There is a chance of injury, scare and rash in the clitoris and vagina by putting on strong vibrators and making them vibrate with passion. Sharp parts of some brands, types of vibrators have chances of causing injury. 2.2 completed. 3.1. If you look at it mentally, there are chances to lose interest in their own husbands. Immediately they become frustrated. That is, there are chances that the relationship between husband and wife will break down, later having the feeling that they can live by masturbating etc. without a life partner. They will not give much interest to the relationship between husband and wife. As a result, there is a chance that life will end in divorce. So forbidden ihan kalbadi. So we can avoid these kinds of evils. There is a possibility that this masturbation tendency can lead to homosexuality, lesbianism and adultery, and it can also become an addiction. Point number 3.3. Due to this tendency, one can face a good distance from one's own family, that is within bracket women and men, and his frustration is different. Point number 3.4. Children, boys and girls may also feel alienated from these persons. Parents may also feel alienated. So what I want to say is to avoid this kind of masturbation and love your own spouse, husband. Show sincere love to him, husband, and spend time with him, including talking with each other with love, having fun with each other, sharing sex. This relationship is not only about having children. Then these women will get things like love and respect. For that we want our one Lord and Savior Jesus Christ, the blessed and only sovereign, who alone has immortality, to help us repay you. നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ആൻഡ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മേഡ് us free and be not entangled again the account exceeding. Do not see at all, do not fear, pulling down strongholds. നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ഇനി മറ്റേ ഭാഗങ്ങൾ നോക്കാം. forbidden you have counter liberty. അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. pulling down strongholds. Forbidden you have. What are the harms of masturbation? There is a possibility of addiction. Even after marriage, interest in spouse decreases. There is a possibility of having sexual thoughts towards opposite sex and same-sex people. Interest in sexual toys more than spouse use it more. Being always engrossed in self-indulgent thoughts, unable to do any productive works. There is a possibility of guilt and disappointment in the heart. Something irregular like in life can change a good life, but the one Lord and Savior Jesus Christ, who is able to free
free us from all of these, is willing to save and help us. This Jesus Christ died for us on the cross and was raised up and is alive today by the power of God. This Christ Jesus is Almighty God, the only true living God. There is no salvation in anyone else. We can be saved under the sky heaven. There is no other name given among men. Enjoy life with your own spouse. Enjoy sex as free. നാം അടിമത്തിൽ കുടുങ്ങി പോരുത്. Do not settle.